ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി ടു ഫ്ലൈ അപ്പ്. സ്റ്റഡി ടു ഫ്ലൈ അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ഇടനാടും തീരപ്രദേശവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് ഇടനാട്. അതായത് 7.5 to 75, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 75 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളെയാണ് ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാടിൻ്റേത്. അതായത് ഇവിടെ ചെറിയ ചെറിയ കുന്നുകളുണ്ടാവും, പുഴകളുണ്ടാവും, നദീതടങ്ങളുണ്ടാവും, കുന്നുകളുണ്ടാവും, താഴ്വരകളുണ്ടാവും, എല്ലാം കൂടിക്കലർന്ന ഒരു മിശ്രിതമാണ് ഇടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. സ്വാഭാവികമായും മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്നതാണ് ഇടനാടെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. മലനാടിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. എന്നാൽ ഇത് കുറേയും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത്. പ്രധാന കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, റബ്ബർ, കാപ്പി, ചേന. ഒന്നും കൂടി നമുക്ക് നോക്കാം. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, റബ്ബർ, കാപ്പി, ചേന എന്നിവയാണ്. അതായത് ഇടനാട്ടിലും മലനാട്ടിലും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന പല ഇനങ്ങളും ഇവിടെയുണ്ട്, ഇടനാട്ടിൻ്റേതായിട്ടുണ്ട്. അത് കാരണം മലകളും കുന്നുകളും എല്ലാ ഭൂപ്രകൃതിയും കൂടെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മലനാട്ടിലും കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ന് ഇടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂപ്രകൃതിയുടെ മൂന്നാമത്തെ വിഭാഗമാണ് തീരപ്രദേശം. മൂന്നാമത്തെ ഭാഗത്തെയാണ് തീരപ്രദേശം എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം എന്നിവ കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം എന്നത് കുട്ടനാടാണ്. പ്രധാന കാർഷിക വിളകൾ നെല്ലും തെങ്ങുമാണ്. പ്രധാനപ്പെട്ട കാർഷിക വിളകളായി കണക്കാക്കപ്പെടുന്നത് നെല്ല്, തെങ്ങുമാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം, തീരപ്രദേശങ്ങളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിളകൾ നെല്ലും തെങ്ങും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം ആണ്. തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. തോറിയം, ആ പേര് മറന്നു പോരുത്, PSCക്കൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കേരളത്തിൽ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 5ആണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 5ആണ്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണവും 5 തന്നെയാണ്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5ആണ്. മറക്കരുത്, തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലെ കേരളത്തിൻ്റെ സ്ഥാനവും 5ആണ്. കേരളത്തിൽ തീരദേശം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണവും 5 തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം, കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10%. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. പ്രധാനപ്പെട്ട കാർഷിക വിളകൾ നെല്ലും തെങ്ങുമാണ്. ആണവധാതു എന്ന് പറയുന്നത് തോറിയമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. അപ്പോൾ ഇതൊന്നും മറന്നു പോകാതെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. തീർച്ചയായിട്ടും
ഇത് നമുക്ക് ഉപകാരപ്രദമാകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSCയിൽ ചോദിച്ചു വരുന്നതാണ്. സോ ശ്രദ്ധിക്കുക, കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ഈ ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. അടുത്തത്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്കാണ്. താലൂക്ക് ചോദിക്കുമ്പോൾ ചേർത്തല എന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഇതിനിടയ്ക്ക് ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വന്നതായിട്ട് കണ്ടായിരുന്നു, കോർപ്പറേഷൻ തൃശ്ശൂർ. ആ ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അപ്പോൾ അത് മറക്കരുത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. അത് കണ്ണൂർ ജില്ലയിലാണുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ. ഈ ബീച്ചിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഒരു ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണിത്. മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ചാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോടാണ്. അപ്പോൾ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട്. അതുതന്നെയാണ് ഡ്രൈവിംഗ് ബീച്ചായിട്ടും അറിയപ്പെടുന്നത്. ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോടാണ്. ഓക്കെ, കേരളത്തിലെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് പ്രധാനപ്പെട്ട ബീച്ചുകൾ. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഏതൊക്കെയാണെന്നും അത് ഏത് ജില്ലയിലാണ് എന്ന് നമുക്ക് നോക്കാം. പാപനാശിനി, ശംഖുമുഖം, കോവളം. പാപനാശിനി, ശംഖുമുഖം, കോവളം ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. പാപനാശിനി എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ശംഖുമുഖം ഉണ്ട്, കോവളം. പാപനാശിനി, ശംഖുമുഖം, കോവളം ഇത് തിരുവനന്തപുരമാണ്. തങ്കശ്ശേരി ബീച്ച്, തിരുമുല്ലവാരം, അഴീക്കൽ എന്നിവ കൊല്ലത്താണ്. തങ്കശ്ശേരി ബീച്ച്, തിരുമുല്ലവാരം, അഴീക്കൽ എന്നിവ കൊല്ലത്താണ്. തുമ്പോളി, തൈക്കൽ, പുറക്കാട് എന്നിവ ആലപ്പുഴയാണ്. തുമ്പോളി, തൈക്കൽ, പുറക്കാട് എന്നിവ ആലപ്പുഴ ജില്ലയിലാണ്. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ലയാണ്. അത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. ചിറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നിവ എറണാകുളം ജില്ലയാണ്. ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി തൃശ്ശൂരാണ്. ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി എന്നിവ തൃശ്ശൂർ ജില്ലയിലാണ്. പടിഞ്ഞാറേക്കര, വക്കാട്, പൊന്നാനി മലപ്പുറമാണ്. പൊന്നാനിയും മലപ്പുറവും നമ്മൾ ഓർത്തിരിപ്പുണ്ട്. അപ്പം ബാക്കിയും കൂടെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പടിഞ്ഞാറേക്കര, വക്കാട്, പൊന്നാനി, മലപ്പുറം. മാറാട്, കാപ്പാട്, ബേപ്പൂർ, കോഴിക്കോട്. അതിൽ ബേപ്പൂരും കാപ്പാടും നമുക്കറിയാം. മാറാടും കൂടി ഒന്ന് ഓർത്തിരിക്കുക. മാറാട്, കാപ്പാട്, ബേപ്പൂർ അത് കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്, കണ്ണൂർ. നേരത്തെ നമ്മൾ പഠിച്ചു ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാടാണ്. ഏറ്റവും ലോങ് ആയിട്ടുള്ള ബീച്ചും കണ്ണൂരിലെ മുഴുപ്പിലങ്ങാടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ പയ്യാമ്പലവും ധർമ്മടവും മുഴുപ്പിലങ്ങാടും കണ്ണൂരാണെന്ന് കൂടി ഓർത്തിരിക്കുക. ബേക്കൽ കോട്ടയുള്ളത് കാസർഗോഡാണ്. സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ ബേക്കൽ കാസർഗോഡാണ്.
അപ്പോൾ ഈ തീരപ്രദേശത്തോടു കൂടിയ പ്രധാന ബീച്ചുകൾ മറക്കാതെ പഠിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് ചാകര? മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വെള്ളത്തിലെ പ്ലവങ്ങളും ചെളികളും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് പറയുന്നത്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായി നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. അപ്പോൾ ഇത് മറക്കരുത്. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്